ഏപ്രിൽ 2025 IRCCയുടെ പുതിയ കണക്കുകൾ വന്നിരിക്കുകയാണ്. PGWPക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരും അതുമല്ല PR-ന് വേണ്ടി കാത്തിരിക്കുന്നവർക്കും എത്ര പ്രോസസ്സിംഗ് ടൈം എടുക്കും എന്നൊരു കണക്കാണ് ഇപ്പം പുതിയതായിട്ട് വന്നേക്കുന്നത്. ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ കാനഡയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഈ റീസെൻറ്റ് ഇയേഴ്സായിട്ട് പ്രത്യേകിച്ച് ഈ 2024 ഒരു പകുതിക്ക് ശേഷവും ഈ 2025 ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ പിന്നെ IRCCയുടെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ഇൻഫർമേഷനും ഇല്ല എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത പലരെയും ഇപ്പോൾ അലട്ടുന്നൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഏപ്രിൽ 16, 2025 IRCC ഇപ്പോൾ പുതിയൊരു കണക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ പ്രോസസ്സിംഗ് ടൈം എടുക്കുമെന്നുള്ളതാണ്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിംഗ് ടൈമാണ്. അതായത് കാനഡ സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഇപ്പോൾ ഏകദേശം 8 മാസമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടിയ ഒരാൾക്ക് കനേഡിയനായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3 മാസം സമയമെടുക്കും. അടുത്തതെന്ന് പറയുന്നത് പെർമനൻറ്റ് റെസിഡൻസിയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ടൈമാണ്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴി PR-ന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്നത് 5 മാസമാണ്. ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം അതായത് FSWP വഴി അപ്ലൈ ചെയ്ത ഒരാൾക്കാണെങ്കിൽ ഏകദേശം 6 മാസമാണ് ഇപ്പം ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി ഒരു PR-ന് വേണ്ടി അതും എക്സ്പ്രസ് എൻട്രി ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം 6 മാസമാണ് അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം. അതേസമയം പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം PNP തന്നെ നോൺ എക്സ്പ്രസ് എൻട്രി വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം 21 മാസമാണ് ആ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 2 വർഷത്തിനടുത്ത് സമയമെടുക്കും. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ടെമ്പററി റെസിഡൻറ്റ് വിസയാണ്. അതായത് നോർമൽ നമ്മൾ കേട്ടിട്ടുള്ള പോലെ വിസിറ്റിംഗ് വിസ എടുത്ത് കാനഡ വരാനാണെങ്കിൽ ഇപ്പോൾ ഓരോ രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 18 ദിവസമാണ് എടുക്കുന്നത്. അതേസമയം സൂപ്പർ വിസ എടുത്തിട്ട് കാനഡ വരാനാണെങ്കിൽ ഏകദേശം ഒരു 114 ദിവസം എടുക്കും. റഫലി പറയുകയാണെങ്കിൽ ഒരു 4 മാസത്തോളം സമയമെടുക്കും. അടുത്തതെന്ന് പറയുന്നത് ഫാമിലി സ്പോൺസർഷിപ്പ് വിസയാണ്. അതായത് ഇവിടെ ഉള്ള ഒരാൾക്ക് ഒരു സ്പൗസിനെ കൊണ്ടുവരാൻ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 11 മാസമാണ് ഇപ്പം പ്രോസസ്സിംഗ് ടൈം കാണിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പേരൻസിനെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനെ കൊണ്ടുവരാനുള്ളൊരു ഫാമിലി സ്പോൺസർഷിപ്പ് വഴിയുള്ള വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 വർഷമാണ്. നേരത്തെ അത് 2.5 വർഷമായിരുന്നു. അത് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇപ്പം 3 വർഷത്തേക്ക് എത്തിയേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് PR കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ടൈമാണ്. അതായത് കാനഡയിൽ വൺസ് ഒരു പെർമനൻറ്റ് റെസിഡൻസി കിട്ടിയ ഒരാൾക്ക് പിന്നെ ചെയ്യേണ്ടത് ഒരു പെർമനൻറ്റ് റെസിഡൻസി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പുതിയൊരു പെർമനൻറ്റ് റെസിഡൻസി കാർഡ് കിട്ടാൻ ഏകദേശം പ്രോസസ്സിംഗ് ടൈം ഇപ്പോൾ 17 ദിവസമാണ്. അതേസമയം PR കാർഡ് റിന്യൂ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ പ്രോസസ്സിംഗ് ടൈം ഏകദേശം ഒരു 9 ദിവസമാണ് കാണിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് വിസയായിട്ടോ അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റോ എടുത്തോ കാനഡയിലേക്ക് വരാനുള്ളൊരു പ്രോസസ്സിംഗ് ടൈമാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ പ്രോസസ്സിംഗ് ടൈം എല്ലാം മാറും. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് കാനഡയിൽ പഠിക്കാനായിട്ട് വരാനാണെങ്കിൽ ആ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5 മാസമാണ് ഇപ്പോൾ IRCC പബ്ലിഷ് ചെയ്തേക്കുന്ന ആ ലിസ്റ്റിനകത്ത് കാണിക്കുന്നത്. ഇനി ഒരു വർക്ക് പെർമിറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് കാനഡയിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 മാസമാണ്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാനഡയിൽ ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞിട്ട് PGWPക്ക് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരാണ്. കറൻറ്റ്ലി IRCCയുടെ കാനഡയുടെ വെബ്സൈറ്റ് പ്രകാരം അവർ പറയുന്നത് നമ്മളൊരു PGWPക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 3 മാസമാണ്.
ഇത് തന്നെ അതിനകത്ത് IRCC അവർ പറയുന്നത് ഒരു നോർമൽ കണ്ടീഷനിലാണ്. അതായത് നിങ്ങളുടെ എലിജിബിലിറ്റിയും നിങ്ങളുടെ ക്രൈറ്റീരിയ എല്ലാം നോർമലായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ള സമയമാണ് ഈ 3 മാസം എന്ന് പറയുന്നത്. അത് ഡിപ്പെൻസ് ഓൺ ഡിഫറെൻറ്റ് കണ്ടീഷൻ എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഈ 3 മാസം എന്നുള്ളത് വീണ്ടും അത് കൂടാം എന്നും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2024 ജൂണിന് മുമ്പ് വരെ നമുക്ക് ഏതെങ്കിലും ഒരു പോർട്ട് ഓഫ് എൻട്രി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് PGWP ഒക്കെ അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ആപ്ലിക്കേഷൻ നമ്പറുകളൊക്കെ ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. എന്നാൽ 2024 ജൂൺ 21 ശേഷം ഈ പോർട്ട് ഓഫ് എൻട്രി ചെന്ന് നമ്മുടെ PGWPക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിയമം വന്നത് മൂലം നോർമൽ PGWPക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർ ആപ്ലിക്കേഷൻ്റെ വോളിയം വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോസസ്സിംഗ് ടൈം ഇപ്പം ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. 2025 ഏപ്രിലിൽ IRCC പുറത്തുവിട്ടിട്ടുള്ള ഒരു കണക്ക് പ്രകാരമുള്ള പ്രോസസ്സിംഗ് ടൈമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അത് ഓരോ ദിവസവും മാറി വരാം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ടൈമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ IRCCയുടെ വെബ്സൈറ്റിൽ കയറിയാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ടൈം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ ദാറ്റ്സ് എൻഡ് ഓഫ് ടുഡേസ് വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.